കൊച്ചി കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പമുണ്ട്. രേഷ്മ ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത്? ഞാൻ 4ാം ഡിവിഷൻ കരിപ്പാലത്ത് നിന്നാണ് മത്സരിക്കുന്നത്. രേഷ്മ നിലവിൽ പഠിക്കുകയാണോ എന്താണ്? നിലവിലിപ്പോൾ വർക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല ഞാൻ വർക്ക്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നേതൃത്വം തീരുമാനിച്ചു കാണും? എന്താണ് അപ്പോൾ LDFനോടൊപ്പം ചേർന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിക്കാനുള്ള കാരണം? എൻ്റെ കുടുംബം ഒരു LDF കുടുംബമാണ്. അപ്പോൾ കുഞ്ഞിലേ മുതൽ കണ്ടു വളർന്നേക്കുന്നതും എൻ്റെ അച്ഛൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയാണ് നിലവിൽ. അപ്പം അതുകൊണ്ട് നല്ലൊരു ഇതായിട്ട് തന്നെ പോകും, അത്രേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും ഈ പ്രചരണ രംഗത്ത് ആദ്യമായിട്ടായിരിക്കുമല്ലോ? പ്രചരണ രംഗത്ത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി ജനങ്ങളുടേതായ കാര്യങ്ങൾ കണ്ട് അവർക്കൊരു താങ്ങും തണലായിട്ട് നിൽക്കാനും ഒക്കെ നിൽക്കാനാണ് എൻ്റെ താല്പര്യം. നിലവിൽ ആ ഡിവിഷൻ എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ? നിലവിൽ എന്താ പറയുക, ഇപ്പോൾ അവിടെ ഒരു കോൺഗ്രസിൻ്റെ ആളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടും സഖാവ് ആ ഒരു പാർട്ടിക്കാരൻ തന്നെയാണ് എനിക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇപ്പോൾ പറയുക, ഒരു അത്യാവശ്യം ഒരു ഇതുണ്ടാകും. ഉറപ്പായിട്ടും പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം നന്നായിട്ട് പിടിച്ചെടുക്കാം എന്നുള്ളവരെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം 100% എഫേർട്ട് ഇട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി ഇതാക്കാൻ താല്പര്യം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാം അല്ലേ? ഇതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർക്കിടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ് ഞാൻ, 24 വയസ്സ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇനി അതും പോകുന്ന വഴിക്ക് ഓരോ ദിവസം നന്നായിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു മറ്റുള്ളവർക്ക് എല്ലാവർക്കും, അതായത് എന്നാൽ കഴിയുന്ന ഉപകാരം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ജനങ്ങളെ ചേർത്ത് പിടിക്കും. അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഞാൻ നിൽക്കും. ചേട്ടൻ വളരെ നന്ദി, ഒപ്പം വിജയാശംസ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചേട്ടൻ ഏറ്റവും പ്രായം കുറഞ്ഞ രേഷ്മയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് സംസാരിച്ചത്. നിലവിൽ UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവും രേഷ്മ പ്രകടിപ്പിക്കുന്നു. ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.